നിലവിലിപ്പോൾ ഡെബ്രീസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഡെബ്രീസ് മാറ്റുന്നിടത്ത് ആളുകളുണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണ് മാറ്റുക എന്ന് തന്നെ വലിയ സമയം എടുക്കില്ല. അതെ തീർച്ചയായിട്ടും മണ്ണ് മാറ്റുന്നതിന് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അങ്ങോട്ടുള്ള ആക്സസിബിലിറ്റി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ എടുത്തിക്കുക. അപ്പോൾ ഈ റോഡ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കും. ഇപ്പൊ പാലത്തിന് അപ്പുറത്തേക്ക് ആളുകൾക്ക് പോകുന്നതിനും സാധിക്കുന്നുണ്ട്. നമ്മൾ റെഗുലേറ്റ് ചെയ്ത് വിടുന്നുണ്ട്. നിയന്ത്രിച്ച് കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ആളുകൾ ചുരുമലക്കാർക്ക് അങ്ങോട്ട് പോകാം, നടന്നു പോകുന്നതിന് പ്രയാസമില്ല. ഇല്ല, കൺട്രോൾ ചെയ്തിട്ട് വിടുന്നുണ്ട് അത്യാവശ്യക്കാരാണ്. നമ്മുടെ കണക്ക് പ്രകാരം ഇനി 5 പേരാണോ മണ്ണിനടിയിലുള്ളത്? 5 പേര്. 4 മരണം, 5 പേരുണ്ട് ഇനിയും കണ്ടെത്താനുണ്ട്. അല്ല, 7 പേരാണ് പറഞ്ഞത്. 7-ൽ 4 പേരെ കിട്ടാനുണ്ടാവും. ഇനിയും കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുന്നുണ്ടോ? നിലവിൽ മറ്റ് സംവിധാനങ്ങളെക്കാൾ നമുക്ക് കൂടുതലായിട്ട് JCB മണ്ണ് മാറ്റാനുള്ള സംവിധാനങ്ങളാണ് ആവശ്യം. ഒരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടോ രക്ഷാപ്രവർത്തനത്തിന്? അതെ മഴ കൂടുതൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഇതാ വയനാട് ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറാണ് നമ്മോട് സംസാരിച്ചത്. ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഈ ശക്തമായ മഴയാണ് വലിയ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പരമാവധി ഈ JCBകൾ മണ്ണുമാറ്റി യന്ത്രങ്ങൾ എത്തിക്കുക, അതിൽ വെച്ചുകൊണ്ട് ഈ ജോലികൾ പുരോഗമിക്കുക എന്നുള്ളതിലാണ് ഇപ്പോൾ